നമ്മുടെയൊക്കെ കാറിൻ്റെ വിൻഷീൽഡിൽ ഇതുപോലത്തെ കറുത്ത പൊട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതിൻ്റെ യൂസ് എത്ര പേർക്ക് അറിയാം? പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കാറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വിൻഷീൽഡ് കാറിലേക്ക് ഫിക്സ് ചെയ്തിരുന്നത് റബ്ബർ ഗാസ്കറ്റ് വെച്ചിട്ടും അതുപോലെ മെറ്റൽ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ക്ലാമ്പ് ചെയ്തിട്ടൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാറ് ഓടുന്ന സമയത്ത് വല്ലാണ്ട് ജെർക്കിങ് ഉണ്ടാവും, അതുപോലെ തന്നെ മഴവെള്ളത്തിൻ്റെ ഒക്കെ ലീക്കിംഗ് ഒക്കെ ഉണ്ടാവുകയോ ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ അഡ്ഹസീവ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പോളിയൂരേത്തേൻ എന്ന് പറയുന്ന അഡ്ഹസീവ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വിൻഷീൽഡുകളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വിൻഷീൽഡ് ഇത് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഊരി പോകുന്നില്ല, ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് UV ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഈ വിൻഷീൽഡിൽ ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് UV ലൈറ്റ് വന്ന് അടിക്കുമ്പോഴത്തേക്ക് ഇത് ഏജ് ആവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ മഷി കൊണ്ടോ പെയിൻ്റോ ഒന്നും അല്ലിത്. ഇതാണ് സെറാമിക് ഫ്രിക്റ്റാണിത്, അതായത് സെറാമിക് ഇനാമലാണിത്. ഗ്ലാസ് ഫ്രിറ്റുകൾ, അതായത് പൗഡേർഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ യൂസ് ചെയ്തിട്ടും അതുപോലെ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഈ കറുത്ത നിറം കിട്ടാനായിട്ട് അയൺ ഓക്സൈഡ് അല്ലെ ക്രോമിയം ഓക്സൈഡ്, സോൾവൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഗ്ലാസ്സിലേക്ക് ഒട്ടിക്കുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ് വഴിയാണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.2 മുതൽ 2 mm വരെയൊക്കെ വരും. ഇത് ഗ്ലാസ്സിൽ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫർണസിനകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏകദേശം 600 മുതൽ 700 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഹീറ്റ് ആവുന്ന സമയത്ത് ഇത് പെർമനൻ്റ്ലി ഇതിനകത്തിലേക്ക് അങ്ങ് ഫിക്സ്ഡ് ആവും. പിന്നെ ഇതുകൊണ്ടുള്ള വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിങ് തടയുക എന്നുള്ളതാണ്. ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ടെമ്പറേച്ചർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് എക്സ്പാൻഡ് ചെയ്യും, തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവും. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഗ്ലാസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 10⁻⁶ per degree Celsius ആണ്. അപ്പം ഏകദേശം ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ 1 മീറ്റർ നീളമുള്ള ഗ്ലാസ് ഒക്കെ ഏകദേശം 0.45 mm ഒക്കെ വരെ എക്സ്പാൻഡ് ചെയ്യാം. ഇത് മതി അത്യാവശ്യം ഡിസ്റ്റോർഷൻ ഉണ്ടാക്കാനായിട്ട്. അതായത് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ, അതായത് ലെൻസിനകത്തിൽ കൂടെ നമ്മൾ കാണുന്ന പോലെ നമ്മൾ ഇമേജസ് കാണും. ഈ കറുപ്പ് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റിനെ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പം ബോർഡറിൽ വന്നിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഏരിയയിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് ബിൽഡപ്പ് ആവുകയും തെർമൽ എക്സ്പാൻഷൻ കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗ്രാജുവലി പിന്നെ ഡോട്ട്സ് കൊടുത്തതിന് ശേഷം അത് ട്രാൻസ്പെറൻ്റ് ആക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു, അതായത് താപസമ്മർദ്ദമൊക്കെ അവിടെ കുറയും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ, ഗ്ലാസിൻ്റെ പുറകിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർഡ്വെയർസും വയേഴ്സും പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു ഫിറ്റിങ്ങും മാനുഫാക്ചറിങ് ആയിട്ടുള്ള ടോളറൻസും ഒക്കെ ഹൈഡ് ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലേ, ഇത് വെറും ഒരു ഡോട്ടല്ല, ഇതൊരു എൻജിനീയറിംഗ് അത്ഭുതമാണെന്ന്.